From carolus by scented air to Sweden's winter wonderland, ഹായ്, വെൽക്കം ടു നോർഡിക് നമസ്കാരം. എനിക്കറിയാം ചെറിയൊരു ഗ്യാപ്പായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ കുറച്ച് വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു സോഡയായിട്ടാണ്. ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്, അല്ലേ? നമുക്ക് വലിയ വിലയൊന്നുമില്ല, ആരും അധികം കഴിക്കാറുമില്ല പാഷൻ ഫ്രൂട്ടും. പിന്നെ ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരുപാട് കിട്ടുന്ന സിട്രസ്, അതായത് ആപ്പിൾസ് എന്ന് പറയും, ആപ്പിൾസിനും കൂടിയിട്ടുള്ള ഒരു സോഡയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കിയാലോ? അതെ, ഇതാണ് നമ്മുടെ ആപ്പിൾസിനെ. അപ്പോൾ ഇത് ഞാൻ പീല് ഒക്കെ എന്താ പറയുക, തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് ആപ്പിൾസിൻ. പിന്നെ ഇതാ പാഷൻ ഫ്രൂട്ട് 3 വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. അപ്പോൾ പർപ്പിൾ കളറ് പാഷൻ ഫ്രൂട്ടാണ്. ഭയങ്കര ഫ്രഷ് ആയിട്ടൊന്നും ഇവിടെ കിട്ടാറില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടും കേട്ടോ. ഏത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോഡ, പിന്നെ എന്താ പറയുക, ഷുഗർ. അത് ആവശ്യമുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഷുഗറോ ഇനി നിങ്ങൾക്ക് തേൻ ഒഴിക്കണമെങ്കിൽ തേനോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വെച്ചോ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുക്കാം. ബ്ലെൻഡറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, ഞാൻ 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്, അതായത് ആപ്പിൾസിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്കധികം മധുരം വേണ്ട, സോ ഞാൻ ഒരൊറ്റ സ്പൂൺ ഷുഗറേ ഇടുന്നുള്ളൂ. ഒറ്റ സ്പൂൺ ഷുഗർ ഇട്ടു. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത്, വെള്ളമൊന്നും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ നന്നായി ബ്ലെൻഡ് ചെയ്ത് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്ത് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ദേ, അപ്പം ഞാൻ എനിക്ക് ഇത്രയും ഇതാണ് കേട്ടോ, ജ്യൂസാണ് കേട്ടോ കിട്ടിയത്. 2 ഇടത്തരമായിട്ടുള്ള ആപ്പിൾസിനാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയത്. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് അതും പിന്നെ ഒരു സ്പൂൺ ഷുഗറും മാത്രമാണ് ഇട്ട് അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് എടുക്കുക, ഇഷ്ടമുള്ള ഒരു ഗ്ലാസ് എടുക്കുക. ഇതാ ഞാനിവിടെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പൾപ്പ് മാത്രം നമുക്ക് ആ ഗ്ലാസ്സിലോട്ട് ഇടാവേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ നല്ല പൾപ്പി ആയിട്ടുള്ളത് കിട്ടുവേ. ഇതാ, അപ്പം ഞാൻ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പൾപ്പ് 3 കുഞ്ഞു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നത്, അതിൻ്റെ പൾപ്പ് ഇതാ ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിന്, ഇത് നല്ല പുളിയാണ് ഇവിടുത്തെ, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. ഞാൻ 1 സ്പൂൺ ഷുഗറും കൂടെ ചേർക്കുവാണ്. ഒന്നില്ല, ഹാഫ് ഞാൻ ഇട്ടു. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതാ, നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം പതുക്കെ നമ്മളുടെ ഓറഞ്ച് ജ്യൂസ് ആ ഒരു കോൺസെൻട്രേറ്റഡ് നല്ല കട്ടിക്കാണ് കിട്ടിയേക്കുന്നത്. ഞാനതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ ഒഴിച്ചു. എന്നിട്ട് ഞാനതൊന്ന് നന്നായി മിക്സ് ചെയ്യുവാണ്. അതാ നമ്മുടെ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സോഡയാണ്. അല്ല, അത്യാവശ്യം തണുപ്പുള്ള ഓക്കെ സോഡ എടുത്തു. നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്യാവേ. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു ആഡ് ഓൺ ആയിട്ട് ഒരു ഗ്രീൻ ചില്ലി എടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. കുട്ടികൾക്കൊന്നും ആണെങ്കിൽ നമ്മളിത് ചെയ്യേണ്ട കേട്ടോ, ഇതൊരു ആഡ് ഓൺ എന്നുള്ള രീതിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു ഗാർണിഷിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ എന്താണ്
പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് സോഡ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് ആപ്പിൾസ് സോഡ. വൈറ്റമിൻ സി റിച്ച് ആണ്, ട്രൈ ചെയ്തു നോക്കൂ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Culture and fun in every cherry, the stories begun.